മാർക്കേസ് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മാജിക്കൽ റിയലിസം ഒക്കെയാണെന്ന് പറയുക. പക്ഷേ ഇപ്പം ഏകാന്തതയുടെ 100 വർഷങ്ങൾ വായിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ആ കഥ എന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്കയിൽ ഈ യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനി കയറി അവിടെ കൊളോണിയലിസം ഉണ്ടാക്കിയിട്ടുള്ള എങ്ങനെയാണ് അവരുടെ ചരിത്രത്തെ നശിപ്പിച്ചത്, അവരുടെ ഭാഷയെ നശിപ്പിച്ചത്, അവരുടെ ഭാവനയെ നശിപ്പിച്ചത്, അവരെല്ലാ തരത്തിൽ നിസ്തേജരാക്കിയത്, അതിനെതിരെയുള്ള വലിയൊരു കലാപമായിട്ട് നമുക്ക് ആ നോവലിനെ വായിക്കാൻ കഴിയും. അപ്പോൾ എല്ലാം ഹിസ്റ്ററിയുടെ മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ കഥ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ചരിത്രസാരം ആണെന്ന് പറയാം. ചരിത്രം വാറ്റിയെടുക്കുന്ന ആ സംഗതിയാണ് നമ്മൾ കഥ എന്ന് വിളിക്കുന്നത്. ആ കഥ കഥാപാത്രങ്ങളിൽ കൂടെ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ അത് ചെറുപ്പത്തിലെ നമ്മളെ ചരിത്ര പഠനത്തിനോട് ഉള്ള എതിർപ്പ് കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ചെറുപ്പത്തിൽ നമ്മൾ ഏറ്റവും ഇഷ്ടമില്ലാത്ത വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ ചരിത്രം എന്നാണ്. കാരണം അത്ര എന്താ പറയുക, മൃതവസ്തുവായിട്ടാണ് നമ്മളത് പഠിപ്പിച്ചിട്ടുള്ളത്. അത് മൃതമല്ല, അത് ജീവിച്ചിരിക്കുന്ന അതാണ്, എൻ്റെ ഉള്ളിലും പുറത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞാൽ അത് കഥയാണെന്ന് മനസ്സിലാവും. ചരിത്രസാരം കഥയാണെന്നുള്ള ഒരർത്ഥത്തിലാണ് ഇതിന് ആ പേര് ഇട്ടിട്ടുള്ളത്.